ഊട്ടിയിലും കൊടൈക്കനാലിലും ഇ പാസ് മുഖേന വാഹന ബാഹുല്യം നിയന്ത്രിക്കണമെന്നാണ് മദ്രാസ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടത്. ഈ മേഖലകളുടെ പരിസ്ഥിതി സന്തുലനം അപകടത്തിലാണെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഉത്തരവ്. ഈ മാതൃക വയനാട്ടിലും നടപ്പാക്കണമെന്നാണ് പ്രകൃതി സംരക്ഷണ സമിതിയുടെ ആവശ്യം. വാഹനപ്പെരുപ്പം നിയന്ത്രിക്കാൻ ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്തണം. ഇതിനെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചത്. എല്ലാ ദിവസങ്ങളിലും സന്ദർശകരെ കുത്തി നിറച്ചുകൊണ്ടുള്ള വാഹനങ്ങളുടെ കുത്തിയൊഴുക്കാണ് വയനാട് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വയനാടിലെ ആദിമവാസി ജനതയും കർഷകരും വയനാടിൻ്റെ ജലസ്രോതസ്സുകളും ജലസുരക്ഷയും വയനാടിൻ്റെ പ്രകൃതിയും തന്നെ വൻ നാശത്തെ നേരിടുകയാണ്. വയനാട്ടിൽ സർക്കാർ പിന്തുണയോടെ നടക്കുന്ന അനിയന്ത്രിത ടൂറിസം കൃഷിയെയും ജലലഭ്യതയെയും ഗുരുതരമായി ബാധിക്കുന്നുവെന്നാണ് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ടൂറിസത്തിന്റെ പേരിൽ വയനാടിന്റെ മുഖ്യ വരുമാന മാർഗമായ കൃഷിയെ സർക്കാർ അവഗണിക്കുകയാണെന്ന് പരിസ്ഥിതി സംഘടനകൾ ആരോപിക്കുന്നു. അനിയന്ത്രിതമായ വിനോദസഞ്ചാരം മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമാക്കുന്നുവെന്നതാണ് മറ്റൊരു വാദം. മാതൃഭൂമി ന്യൂസ്, വയനാട്.